ഈജിപ്തിലെ അസ്വാൻ നഗരത്തിലെ എയർപോർട്ടിൽ നിന്നും നഗരത്തിൽ നൈൽ നദിക്കരയിലുള്ള ഹോട്ടൽ ഫിലയിലേക്ക് പോവുകയാണ് ഞാൻ. അവിടെയാണ് താമസത്തിന് മുറി ബുക്ക് ചെയ്തിരിക്കുന്നത്. അസ്വാന്റെ പ്രധാന നഗരഭാഗത്തുകൂടിയാണ് കാർ പോകുന്നത്. എന്റെ സീറ്റിനു പിന്നിൽ ടൂർ ഗൈഡ് ഐമാൻ ഇരിപ്പുണ്ട്. കൗതുകമുള്ള കാഴ്ചകളാണ് ഈജിപ്ത് നിരത്തിവച്ചിരിക്കുന്നത്. ചുവന്ന വരയുമായി 4 പതിറ്റാണ്ട് മുൻപ് നിരത്തിൽ ഓടിയിരുന്ന തരം ടാക്സികൾ. പുതിയ കാലഘട്ടത്തിന്റെ വാഹനങ്ങളൊന്നും ഇവിടെ എത്തിയിട്ടില്ലെന്ന് തോന്നും. ഈജിപ്ഷ്യൻ എഴുത്തുകാരൻ അബ്ബാസ് മുഹമ്മദ് അൽ അക്കാദിന്റെ പ്രതിമയും പിന്നിട്ട് കാർ നീങ്ങി. അറബ് അക്കാഡമിയിൽ അംഗമായിരിക്കെ 1964 മരിച്ച അബ്ബാസ് മുഹമ്മദിന്റെ ജന്മദേശം അസ്വാനാണ്. ചായുന്ന വേലിലൂടെ വീണ്ടും പോകുമ്പോൾ ഇവിടെ ഇങ്ങനെയൊരു മന്ദിരം കാണാം. അസ്വാൻ പ്രവിശ്യയുടെ കോടതിയാണിത്. കാർ അസ്വാന്റെ കോർണിഷ് ഏരിയയിലേക്ക് എത്തിയിരിക്കുന്നു. നഗരം ഏറെക്കുറെ വിജനമാണ്. ഈ സമയത്തൊന്നും തെരുവുകൾ ഇങ്ങനെ ആളൊഴിഞ്ഞ് കിടക്കേണ്ടതായിരുന്നില്ല. 2011 വിപ്ലവത്തിനു ശേഷം ടൂറിസം രംഗം തകർന്നടിഞ്ഞതാണ് അസ്വാൻ നഗരത്തിന്റെയും ഉന്മേഷം കെട്ടുപോകാൻ കാരണം. ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ നിറഞ്ഞു നീങ്ങിയിരുന്ന പട്ടണം നഷ്ടസ്വപ്നങ്ങളുടെ വിഷാദവുമായി നിൽക്കുകയാണെന്ന് തോന്നും. കെയ്റോ, ലെക്സോർ, അലക്സാൻഡ്രിയ, അസ്വാൻ എന്നീ നഗരങ്ങളിൽ ടൂറിസം രംഗം ആകെ തകർന്നടിഞ്ഞു കഴിഞ്ഞു. ഫിലെ ഹോട്ടലിന് മുന്നിൽ കാർ നിന്നു. ഈ ഹോട്ടലിലാണ് ഞാൻ മുറി ബുക്ക് ചെയ്തിരിക്കുന്നത്. ഐമാൻ എന്റെ ചെറിയ ബാഗുമെടുത്ത് മുൻപേ നടന്നു. ഹോട്ടലിന്റെ റിസപ്ഷനിലെത്തുമ്പോൾ ഇവിടെ വലിയ ആളനക്കമൊന്നുമില്ല. റിസപ്ഷനിസ്റ്റ് മുഹമ്മദ് എന്റെ ചെക്ക് ഇൻ നടപടിക്രമങ്ങളൊക്കെ പെട്ടെന്ന് പൂർത്തിയാക്കി തന്നു. കമ്പ്യൂട്ടറൊന്നുമില്ല. വലിയൊരു രജിസ്റ്ററിൽ പേരും വിലാസവുമൊക്കെ എഴുതി ഒപ്പിടണം. ഈ വമ്പൻ ഹോട്ടലിൽ ജോലിക്കാരനായി മുഹമ്മദ് മാത്രമേ ഉള്ളൂ എന്ന് തോന്നി. അയാൾ എന്റെ ബാഗുമെടുത്ത് മുന്നിൽ നടന്നു. ഇദ്ദേഹം കുറച്ചുകാലം ഗൾഫിലുണ്ടായിരുന്നുവെന്നും അവിടെ വെച്ച് ധാരാളം മലയാളികളെ പരിചയപ്പെട്ടിട്ടുണ്ടെന്നുമൊക്കെ പറഞ്ഞു. പരിചയപ്പെട്ട് അല്പസമയത്തിനകം മുഹമ്മദ് എന്നോട് ചോദിച്ചത് ഇന്ത്യയിൽ തനിക്കൊരു ജോലി കിട്ടുമോ എന്നാണ്. സഞ്ചാരികളുടെ വരവ് കുറഞ്ഞതോടെ ഇദ്ദേഹത്തിന്റെ ജീവിതവും പ്രതിസന്ധിയിലാണ്. ശമ്പളം കൃത്യമായി കിട്ടുന്നില്ല. ഹോട്ടൽ വ്യവസായം ആകെ തന്നെ തകർച്ചയിലേക്കാണ് നീങ്ങുന്നത്. നല്ലതിനു വേണ്ടി തുടങ്ങിയ ഈജിപ്ഷ്യൻ വിപ്ലവം വലിയൊരു പ്രതിസന്ധിയിലാണ് ഈ രാജ്യത്തെ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നത്. ഫിലെ തരക്കേടില്ലാത്ത ഒരു ഹോട്ടലാണ്. പക്ഷേ നാളുകളായി ആളനക്കമില്ലാത്തതുപോലെ തോന്നും. ഇതാണ് എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന മുറി. നമ്പർ 204. മുറിയിലേക്ക് കയറുമ്പോൾ മടുപ്പുളവാക്കുന്ന ഒരു ഗന്ധമാണ്. കുറേ നാളായി AC പ്രവർത്തിപ്പിക്കാത്തതിനാലാവാം കെട്ടിക്കിടക്കുന്ന വായുവിന്റെ ദുർഗന്ധവും കൊടും ചൂടും. 45 ഡിഗ്രി സെൽഷ്യസാണ് ഇന്ന് നഗരത്തിലെ താപനില. തരക്കേടില്ലാത്ത ഒരു മുറിയാണ്. മുഹമ്മദ് AC ഓണാക്കിയും കർട്ടനുകൾ വലിച്ചിട്ടും മുറിയൊന്ന് ക്രമീകരിക്കുന്നുണ്ട്. ജാലകങ്ങൾ തുറന്നിടാനാണ് ഞാൻ ആവശ്യപ്പെട്ടത്. ജാലകത്തിനരികെ നിൽക്കുമ്പോൾ നൈൽ നദി കാണാം. അതിൽ ഫെലൂക്ക എന്നറിയപ്പെടുന്ന പായ്വഞ്ചികളും കപ്പലുകളുമൊക്കെ കിടക്കുന്നു. നദിയിൽ ചില തുരുത്തുകളുണ്ട്. അതിലും വലിയ ഹോട്ടലുകൾ കാണാം. ഫെലൂക്കകളുടെ പായ്മരങ്ങൾ തീരത്തോട് ചേർന്ന് ഉയർന്നു നിൽക്കുന്നു. ഈ ഭാഗത്ത് നൈലിന്റെ ഇരുകരകളിലും നിരവധി വൻകിട ഹോട്ടലുകളുണ്ട്. സായാഹ്നമാണ്. നഗരത്തിന്റെ കാഴ്ചകളിലേക്ക് ഇറങ്ങാമെന്ന് തീരുമാനിച്ച് ഞാൻ മുറിയിൽ നിന്നും ഇറങ്ങി. ഒരു ചായ കുടിച്ചിട്ടാവാം നഗരത്തിലേക്ക് ഇറങ്ങുന്നതെന്ന് നനച്ച് റെസ്റ്റോറൻറ്റിൽ ചെല്ലുമ്പോൾ ഇവിടെ ആരുമില്ല. ജീവനക്കാരില്ല. ഹോട്ടലിലെ താമസക്കാരുമില്ല. ഫിലെ എന്ന ഈ കൂറ്റൻ ഹോട്ടലിൽ ഇന്ന് ഞാൻ മാത്രമേ താമസക്കാരനായുള്ളൂ എന്ന് തോന്നുന്നു. സായന്തനങ്ങളിൽ ആളുകൾ നിറഞ്ഞൊഴുകാറുള്ള പ്രദേശമാണ് കോർണിഷ്. പക്ഷേ ഇന്ന് ഇവിടെയും മ്ലാനതയാണ്. കസേരയിൽ ഇരുന്ന് ഉറക്കം തൂങ്ങുന്ന ഒരാൾ. എപ്പോഴെങ്കിലും വന്നെത്താനിടയുള്ള ഒരു സഞ്ചാരിയെ കാത്തിരിക്കുന്ന കച്ചവടക്കാരൻ. ATMകൾക്ക് മുൻപിൽ കുറച്ചുപേർ നിൽപ്പുണ്ട്. അവയിൽ പലതും പ്രവർത്തിക്കുന്നുമില്ല. സായന്തന സൂര്യന്റെ കിരണങ്ങൾ ഫിലെ ഹോട്ടലിന്റെ ചുവരുകൾക്ക് നിറം പകരുന്നു. അസ്വാനിലെ വലിയ ഹോട്ടലുകളിലൊന്നാണിത്. 70കളിൽ സഞ്ചാരി പ്രവാഹം തുടങ്ങുകയും
2011 വരെ ആ സജീവത തുടരുകയും ചെയ്തിരുന്ന പട്ടണം ഇന്നിത് ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ കിടക്കുകയാണ്. ഈ ചെറുവണ്ടികളാണ് നഗരത്തിലെ സാധാരണക്കാരുടെ ഗതാഗത സംവിധാനം. വലിയ ബസ്സുകളില്ല. അസ്വാനിൽ മാത്രമല്ല, മിക്ക ആഫ്രിക്കൻ നഗരങ്ങളിലും ഇത്തരം വാഹനങ്ങൾ സാധാരണമാണ്. ഫിലെ ഹോട്ടലും അതിനോട് ചേർന്നുള്ള മറ്റനേകം ഹോട്ടലുകളും നിർജീവാവസ്ഥയിലാണ്. ഞാൻ നൈലിൻ്റെ തീരം ചേർന്ന് നടക്കുകയാണ്. സൂര്യൻ നദിക്കപ്പുറത്തെ കുന്നിൻ ചെരുവിൽ മറയാനുള്ള ഒരുക്കത്തിലാണ്. അസ്വാനിൽ നിന്നും ലെക്സോറിലേക്ക് ടൂറിസ്റ്റുകളുമായി നിരന്തരം സഞ്ചരിച്ചു കൊണ്ടിരുന്ന കപ്പലുകളാണിത്. 2 ദിവസം വരെ നീളുന്ന ഉല്ലാസയാത്രകളാണ് അത്. പക്ഷേ ആ കപ്പലുകളെല്ലാം ഇന്ന് വെറുതെ കിടക്കുകയാണ്. മറുകരയിൽ കാണുന്നത് മൂവൻപിക് എന്ന വമ്പൻ ഹോട്ടലാണ്. അവിടെ മുറി ബുക്ക് ചെയ്യുന്നതിനെക്കുറിച്ച് നേരത്തെ ഞാനൊന്ന് ചിന്തിച്ചിരുന്നു. പക്ഷേ യാത്രകൾക്കായി പലതവണ നദി കടക്കുന്നതിലെ അസൗകര്യമോർത്ത് മാത്രമാണ് തീരുമാനം മാറ്റിയത്. സൂര്യൻ അകലെ കുന്നിൻ ചുരുവിൽ താഴ്ന്നു കഴിഞ്ഞു. ഓക്കുവയിൽ വിതറിയ സ്വർണ്ണ നിറം മാത്രം നൈലിൻ്റെ പരപ്പിൽ അവശേഷിക്കുന്നു. നദിക്കരയിലെ പ്രൊമനേഡിലൂടെ മുന്നോട്ട് നടന്നു. നിരവധി കപ്പലുകൾ തീരത്തോടടുത്ത് കിടക്കുന്നു. 200-ലേറെ ടൂറിസ്റ്റുകൾക്ക് താമസിക്കാവുന്ന ബെഡ്റൂമുകളൊക്കെയുള്ള കപ്പലുകളാണ്. ഹോട്ടൽ മുറി ബുക്ക് ചെയ്യുന്നത് പോലെ കപ്പലുകളിൽ മുറികൾ മുൻകൂട്ടി ബുക്ക് ചെയ്ത് ടൂറിസ്റ്റുകൾ എത്തുന്ന പതിവുണ്ടായിരുന്നു ഇവിടെ. ഇന്ന് ആ കപ്പലുകളൊക്കെ വെറുതെ കിടക്കുന്നു. അങ്ങനെയുള്ള സഞ്ചാരികളുമായി കപ്പലുകൾ ലെക്സോറിനും അസ്വാനും ഇടയ്ക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കും. അതിനിടയിലുള്ള ചെറുപട്ടണങ്ങളുടെ തീരത്തടുത്ത് സഞ്ചാരികൾക്ക് അവിടം കൂടി കാണാനുള്ള സൗകര്യം ഒരുക്കാറുമുണ്ട്. ടൂറിസ്റ്റ് ബസ്സുകൾക്കും ഇത് നിർബന്ധിത വിശ്രമകാലമാണ്. കുതിരവണ്ടികൾ ആളെ കാത്തുകിടക്കുന്നു. അസ്വാന്റെ പഴയ ടൂറിസ്റ്റ് മാർക്കറ്റാണ് ഇത്. ഈജിപ്തിൻ്റെ തനതു വസ്തുക്കൾ വാങ്ങാൻ ടൂറിസ്റ്റുകൾ നിറഞ്ഞിരുന്ന മാർക്കറ്റ്. അവിടെയൊന്നും ആളുകളില്ല. വിജനതയാണ് ഇന്നത്തെ അസ്വാന്റെ മുഖമുദ്ര. ഈ നഗരത്തിൻ്റെ ചരിത്രമോർത്തുകൊണ്ട് ഞാൻ മുൻപോട്ട് നടന്നു. പണ്ട് ഫറവോന്മാരുടെ കാലം മുതൽ ഈജിപ്തിൻ്റെ വാണിജ്യവും സഞ്ചാരവും നടന്നിരുന്നത് ഈ നദിയിലൂടെയാണ്. നൈലിൻ്റെ തീരങ്ങളിൽ മാത്രമാണ് ഈജിപ്ത് വളർന്നു വികസിച്ചത്. ഇതൊരു ഹോട്ടലല്ല, കപ്പലാണ്. ജലനിരപ്പിന് മുകളിലേക്ക് 4 നിലകളുള്ള കപ്പൽ. അതിൽ കാണുന്ന ഓരോ വാതിലും ഓരോ മുറികളുടേതാണ്. ഇത്തരത്തിൽ ഇരുഭാഗത്തേക്കുമുണ്ട് മുറികൾ. സർവ്വ സൗകര്യങ്ങളുമുള്ള ഇത്തരം കപ്പലുകളാണ് ഇവിടെ നിന്നും ലെക്സോറിലേക്കും നൈൽ തടത്തിലെ മറ്റു നഗരങ്ങളിലേക്കും നീങ്ങിക്കൊണ്ടിരുന്നത്. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ കപ്പലുകളുടെ നിര അസ്വാനിൽ നിന്നും പുറപ്പെട്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. 2-3 ദിവസം നീളുന്ന ഉല്ലാസയാത്രകൾ. പണ്ട് ഫെലൂക്ക എന്ന ചെറു ബോട്ടുകളാണ് നൈലിലൂടെ സഞ്ചാരികളുമായി ദീർഘയാത്ര നടത്തിയിരുന്നത്. പണ്ട് എസ്കേപ്പൊറ്റക്കാട്ട് അസ്വാനിലെത്തിയപ്പോൾ ഫെലൂക്ക വേണോ ഫെലൂക്ക എന്ന് വിളിച്ചു ചോദിക്കുന്ന ബോട്ട് ജീവനക്കാരെ കണ്ടത് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. വമ്പൻ കപ്പലുകളുടെ വരവോടെയാണ് പായകെട്ടിയ ഫെലൂക്കകളുടെ പ്രതാപം അല്പമൊന്ന് മങ്ങിയത്. പക്ഷേ ഇപ്പോൾ കപ്പലുകളും നിശ്ചലമായിരിക്കുന്നു. ടൂറിസം രംഗം നിർജീവമായതിൻ്റെ ഫലമനുഭവിക്കുന്ന മറ്റൊരു കൂട്ടർ ഇതാണ്. ഇത്തരത്തിലുള്ള 100 കണക്കിന് കുതിരവണ്ടികൾ ഈ നഗരത്തിലുണ്ടായിരുന്നു. പുരാതന അസ്വാന്റെ കാഴ്ചകളിലേക്ക് സഞ്ചാരികളെ കൊണ്ടുപോയിരുന്ന വണ്ടികൾ. ഇവയ്ക്കും ഇന്ന് തൊഴിലില്ല. വിരസതയോടെ ചുരമാന്തി നിൽക്കുകയാണ് കുതിരകൾ. ഒരു രാജ്യത്തിൻ്റെ പതനത്തെക്കുറിച്ചാണ് ഈ കാഴ്ചകൾ നമ്മെ ചിന്തിപ്പിക്കുന്നത്. വിപ്ലവത്തിലൂടെ പുരോഗതി പ്രാപിച്ച രാജ്യങ്ങളുണ്ട്. എന്നാൽ ഈജിപ്തിന് വിപ്ലവം ബാധ്യതയായതാണ് ഇന്നത്തെ കാഴ്ച. വിപ്ലവകാരികളും ഭരണാധികാരികളും പ്രതിവിപ്ലവക്കാരും പട്ടാളവും തങ്ങളുടെ ഭാഗം ആടിത്തീർക്കുമ്പോൾ മഹത്തായ ഒരു രാജ്യം പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തിയിരിക്കുന്നു. ഏതാണ്ട് 10 വർഷം മുൻപ് ഞാൻ ഈജിപ്തിൽ വന്നിരുന്നു. അന്ന് ടൂറിസ്റ്റുകൾ നിറഞ്ഞൊഴുകുന്ന നഗരങ്ങളായിരുന്നു എൻ്റെ മുൻപിൽ. ഒരിടവേളയ്ക്ക് ശേഷം ഈജിപ്ത് പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു പോകുമെന്ന് ആഗ്രഹിക്കാനേ ഇവിടെ നിൽക്കുമ്പോൾ ആവുന്നുള്ളൂ. നേരമിരുട്ടി. മൂവൻപിക് ഹോട്ടലിൽ വിളക്കുകൾ തെളിഞ്ഞിരിക്കുന്നു. പ്രഭുക്കളുടെ കുഴിമാടങ്ങളുള്ള പുരാതനമായ കുന്നിലും വിളക്കുകൾ തെളിഞ്ഞിരിക്കുന്നു. അസ്വാന്റെ രാത്രിക്ക് പ്രത്യേകമായൊരു ചന്തമുണ്ട്.
അന്തരീക്ഷ താപനില ഉയർന്നു തന്നെ നിൽക്കുന്നു. കൊടും ചൂടിൻ്റെ നാളുകളിലാണ് എൻ്റെ ഈ സഞ്ചാരം. ഇരുളുന്ന നഗരത്തിൻ്റെ കാഴ്ചകൾ പകർത്തിയും ചരിത്രമോർത്തും ഞാൻ കുറേ നേരം കൂടി നദിക്കരയിൽ നിന്നു. നൈലിലൂടെ ഒറ്റപ്പെട്ട ഫലൂക്കുകൾ സാവധാനം നീങ്ങുന്നു. ഏതോ ഒരു ടൂറിസ്റ്റിനെ ഇനിയും പ്രതീക്ഷിച്ചെന്നവണ്ണം. അസ്വാൻ ഉറങ്ങുകയാണ്. സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിലും. ഇതാ അനവധിയായ കാഴ്ചകളുടെ ഒരു സമാഹാരം. സഞ്ചാരം ഡിവിഡികൾ വോളിയം നമ്പർ 6. വെസ്റ്റ് ഇൻഡീസ്, സൈപ്രസ്, ലാവോസ്, സ്വിറ്റ്സർലൻഡ്, ഇറ്റലി, ബ്രൂണൈ, ഫ്രാൻസ്. അമൂല്യമായൊരു ദൃശ്യയാത്രാ വിവരണ സമാഹാരം. ഫുൾ HD ക്വാളിറ്റിയിൽ 20 ഡിവിഡികൾ. വില 3500 രൂപ. ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് മാസങ്ങൾ നീളുന്ന യാത്രകൾ നടത്തിയാലും ലഭിക്കാത്തത്ര കാഴ്ചകളും അറിവുകളും നിങ്ങൾക്ക് ഈ സമാഹാരത്തിൽ നിന്ന് ലഭിക്കുന്നു. വെറും 3500 രൂപയ്ക്ക് കാഴ്ചകളുടെ ഈ അപൂർവ ശേഖരം സ്വന്തമാക്കാൻ 99954422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. സഞ്ചാരം ഡിവിഡികൾ ഇപ്പോൾ പെൻഡ്രൈവിലും ലഭിക്കുന്നു. അടുത്ത ദിവസം പുലർച്ചെ 3:30 മണി. യാത്രയ്ക്കൊരുങ്ങി ഹോട്ടലിന്റെ റിസപ്ഷനിലേക്ക് തിരിക്കുകയാണ് ഞാൻ. നമ്മുടെ ഗൈഡ് ഐമാനോടൊപ്പം ഇന്ന് മറ്റൊരാൾ കൂടി എത്തിയിട്ടുണ്ട്. ഇസ്മായിൽ, ഇന്നത്തെ എൻ്റെ ടൂർ ഗൈഡ് ഇദ്ദേഹമാണ്. എനിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് പാക്ക് ചെയ്ത് വാങ്ങിയിട്ടുണ്ട്. 3:30 മണി നേരത്ത് ഇവിടെ നിന്നും ദീർഘമായൊരു യാത്ര പുറപ്പെടുകയാണ്. 280 കിലോമീറ്റർ അകലെയുള്ള അബു സിംബൽ ക്ഷേത്രം കാണാനാണ് യാത്ര. സുഡാന്റെ അതിർത്തിയിലാണ് അബു സിംബൽ. അബു സിംബൽ ക്ഷേത്രത്തിന് ആവേശകരമായ ഒരു കഥ പറയാനുണ്ട്. അതുകൊണ്ടാണ് ഇത്തവണത്തെ ഈജിപ്ത് സഞ്ചാരത്തിൽ ആ ക്ഷേത്രം നിശ്ചയമായും കണ്ടിരിക്കണമെന്ന് ഞാൻ ഉറച്ചത്. കോൺവോയ് അടിസ്ഥാനത്തിലെ ടൂറിസ്റ്റുകളുടെ വാഹനങ്ങൾ അബു സിംബലിലേക്ക് വിടുകയുള്ളൂ. ദിവസത്തിൽ 2 തവണ മാത്രമേ ഇങ്ങനെ വാഹനനിര അബു സിംബലിലേക്ക് പോകാൻ അനുമതിയുള്ളൂ. പോലീസിന്റെയും സുരക്ഷാ ഗാർഡുകളുടെയും ഒക്കെ അകമ്പടിയോടെയായിരിക്കും യാത്ര. മരുഭൂമിയിലൂടെയുള്ള ദീർഘയാത്രയ്ക്കിടെ സുരക്ഷാ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവാം. 15 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ കോൺവോയ് പുറപ്പെടുന്നിടത്ത് എത്തി. പട്ടാളക്കാർ നിരന്നു നിൽക്കുന്നു. 4 മണിക്കാണ് വാഹനവ്യൂഹം പുറപ്പെടുക. എല്ലാ വാഹനങ്ങളും പട്ടാളക്കാർ പരിശോധിക്കും. ഏത് വണ്ടി ആദ്യം പോകണമെന്നൊക്കെ തീരുമാനിക്കുന്നത് അവരാണ്. ഒരു വാഹനത്തിന് തകരാറ് വന്നാൽ അത് പരിഹരിക്കാൻ ആവശ്യമായതുൾപ്പെടെ എല്ലാ സന്നാഹങ്ങളുമായാണ് കോൺവോയ് പുറപ്പെടുക. വിജനമായ മരുഭൂമിയിലൂടെയാണ് യാത്ര എന്നതു തന്നെ കാരണം. ഓരോ വാഹനവും ചെക്ക് പോയിന്റിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുമുണ്ട്. വാഹനങ്ങൾ കാത്തുകിടക്കുന്നിടത്ത് ഒരു കാപ്പി കച്ചവടക്കാരൻ ഇരിപ്പുണ്ട്. അയാളുടെ പക്കൽ നിന്നും ഞാനും ഒരു കട്ടൻ കാപ്പി വാങ്ങി. ടൂറിസ്റ്റ് വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇന്നലെ അസ്വാൻ നഗരത്തിൽ ടൂറിസ്റ്റുകളെ ഒന്നും കണ്ടിരുന്നില്ലെങ്കിലും ഇപ്പോൾ 15ഓളം വാഹനങ്ങൾ പലയിടത്തു നിന്നായി എത്തിച്ചേർന്നിരിക്കുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥർ വാഹനത്തിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും ഡ്രൈവറുടെ ലൈസൻസുമൊക്കെ പരിശോധിച്ച് ഏത് വണ്ടി ആദ്യം പോകണമെന്ന് തീരുമാനിക്കുന്നു. മുന്നിൽ പോലീസ് വണ്ടിയായിരിക്കും. യാത്ര തുടങ്ങി. ടൂറിസ്റ്റ് വാഹനങ്ങളിൽ രണ്ടാമതായി ഞങ്ങളുടെ വണ്ടിയാണ്. ഐമാൻ കൂടെ വരുന്നില്ല. ഇസ്മയിലാണ് എന്നോടൊപ്പം കാറിലുള്ളത്. നഗരം പിന്നിട്ട് അസ്വാൻ ലോ ഡാമിന് മുകളിലൂടെ വേണം മരുഭൂമിയിലേക്ക് കടക്കാൻ. നൈലിന് മുകളിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. അസ്വാൻ ലോ ഡാം എന്ന പഴയ അണക്കെട്ട് കടക്കുമ്പോൾ നഗരം ചെറിയൊരു പ്രകാശത്തുരുത്തായി മറയുന്നു. മരുഭൂമിക്ക് മേലെ പൂർണ്ണചന്ദ്രൻ. 1.5 മണിക്കൂർ സഞ്ചരിച്ചപ്പോഴേക്കും നേരം പുലർന്നു. മരുഭൂമിയിലെ പുലർക്കാലത്തേക്കാണ് ഒരു ചെറിയ മയക്കത്തിൽ നിന്ന് ഞാൻ ഉണർന്നത്. അനന്തമായ വിജനത. ഇദ്ദേഹമാണ് ഡ്രൈവർ. ഏതു സമയവും എന്തോ ചവച്ചുകൊണ്ട് നിർവികാരനായ ഒരു ചങ്ങാതി. സൂര്യൻ ഒരു ചെറിയ പൊട്ടുപോലെ മരുഭൂമിക്ക് മേൽ തിളങ്ങുന്നു. സുഡാൻ അതിർത്തിയിൽ നിന്നും കോൺവോയായി അസ്വാനിലേക്ക് നീങ്ങുന്ന ട്രക്കുകൾ ഞങ്ങളെ കടന്നുപോയിക്കൊണ്ടിരുന്നു. ചരക്ക് വണ്ടികളും ടൂറിസ്റ്റ് വണ്ടികളുമൊക്കെ ഈ വാഹനവ്യൂഹത്തിലുണ്ട്.
മരുഭൂമിയിലെ ഈ പ്രഭാതയാത്ര ഒരു അനുഭവം തന്നെയാണ്. നോക്കത്താ ദൂരം പരന്നുകിടക്കുന്ന മണൽക്കാട്, കൊള്ളസംഘങ്ങളും മറ്റും പതിയിരിക്കുന്ന മേഖലയാണിത്. അതിനാലാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കാവലിൽ കോൺവോയായി മാത്രം വാഹനങ്ങൾ വിടുന്നത്. ഇസ്മയിൽ പിന്നിലെ സീറ്റിലിരുന്ന് വിപ്ലവത്തിനു ശേഷമുള്ള ഈജിപ്തിലെ ജീവിതത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. കടന്നുപോകുന്ന സ്ഥലങ്ങളെക്കുറിച്ചും മരുഭൂമിക്ക് നടുവിലൂടെയുള്ള നിരന്ന പാത, ഇതുവഴിയുള്ള കോൺവോയ് യാത്രയ്ക്ക് കർശനമായ നിബന്ധനകളുണ്ട്. വ്യൂഹത്തിന്റെ മുന്നിലും പിന്നിലുമുള്ള കാറുകളിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കയറും. മണിക്കൂറിൽ 120-130 കിലോമീറ്റർ എന്നതായിരിക്കണം വാഹനങ്ങളുടെ വേഗത. കോൺവോയിൽ ഉൾപ്പെടുന്നതിന് വാഹനങ്ങൾ പ്രത്യേക ഫീസ് നൽകണം. ടെഷ്ക വാലി എന്ന പ്രദേശത്തുകൂടിയാണ് ഇപ്പോൾ പോകുന്നത്. ഇടയ്ക്ക് ഇങ്ങനെ കനാലുകൾ കാണാം. അസ്വാൻ ഡാമിന്റെ റിസർവോയറിൽ നിന്നും പുറപ്പെടുന്നവയാണിത്. ഇവിടെയൊക്കെ ചെറുപട്ടണങ്ങളും സെറ്റിൽമെന്റുകളും ഉണ്ടാക്കാൻ ഗവൺമെന്റ് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് കാര്യമായി വിജയിക്കുന്നില്ല. ജനങ്ങൾ ഇങ്ങോട്ട് മാറാൻ തയ്യാറല്ല എന്നതാണ് കാരണം. അബു സിംബലിലേക്ക് ഇനി അധികം ദൂരമില്ല. ടെഷ്ക പ്രദേശത്ത് ഇങ്ങനെ ചെറിയ ടൗണുകൾ കാണാം. ഇവിടെ ഒരു ചെക്ക് പോയിന്റ് ഒക്കെ ഉണ്ട്. അവർ വാഹനം നിർത്തിച്ച് നമ്പറുകൾ കുറിച്ചെടുക്കുകയും ഒത്തുനോക്കുകയും ഒക്കെ ചെയ്യും. രാജ്യാതിർത്തിയോട് അടുക്കുന്നതിന്റെയും സുരക്ഷയുടെയും ഒക്കെ ഭാഗമായുള്ള ചെക്കിംഗ് ആണ്. പുറത്തെ കാഴ്ചകൾ കണ്ടും ഇസ്മായിലിന്റെ വിവരണങ്ങൾ കേട്ടും ഞാനിരുന്നു. ഊഷരഭൂമിയാണെങ്കിലും ഈജിപ്തിന് വരുമാനം നൽകുന്ന ഖനിജങ്ങൾ ഈ മണൽക്കാടിന് അടിയിലുണ്ട്. കൽക്കരിയും സ്വർണവും ഇരുമ്പയരും ഫോസ്ഫേറ്റും സിങ്കും ടിന്നും കോപ്പറുമൊക്കെ അതിൽ ഉൾപ്പെടുന്നു. ഇടയ്ക്കിടെയുണ്ട് ഇങ്ങനെ ചെക്ക് പോയിന്റുകൾ. ഇതൊരു നാട്ടുചന്തയാണ്. കാർ ഇപ്പോൾ അബുസിംബലിന്റെ പ്രാന്തപ്രദേശത്തേക്ക് എത്തിയിരിക്കുന്നു. പാതയുടെ ഇരുവശവും ഉദ്യാനങ്ങളൊക്കെ കാണാം. ചെറിയൊരു ഗ്രാമമാണ് അബുസിംബൽ. 3000-ൽ താഴെ മാത്രമാണ് ഇവിടുത്തെ ജനസംഖ്യ. ചെറിയ കൃഷികളിലേർപ്പെട്ടും ടൂറിസ്റ്റുകളെ ഉപജീവിച്ചും കഴിയുന്ന ആളുകളാണ് ഇവിടെയുള്ളത്. കാർ ജലാശയത്തിന്റെ കരയിലെ ഒരു പാർക്കിംഗ് ഏരിയയിലേക്ക് കയറി. വിശാലമാണെങ്കിലും ഏറെക്കുറെ വിജനമായ പാർക്കിംഗ് ഗ്രൗണ്ട്. വാഹനം നിൽക്കുമ്പോൾ തന്നെ റെസ്റ്റോറൻറ്റുകളുടെയും സുവനീർ കടകളുടെയും ഒക്കെ ഏജന്റുമാർ വന്ന് ഗൈഡിന് ചെറിയ ടിപ്പൊക്കെ നൽകുന്നത് കാണാം. ഗൈഡിന്റെ പ്രധാന വരുമാനം ടൂറിസ്റ്റുകളിൽ നിന്നും കച്ചവടക്കാരിൽ നിന്നും കിട്ടുന്ന ടിപ്പ് തന്നെയാണ്. വിരലിലെണ്ണാവുന്ന ടൂറിസ്റ്റുകളെയുള്ളൂ. അവരെക്കാൾ അധികം കച്ചവടക്കാർ ചുറ്റും കൂടിയിട്ടുണ്ട്. തൊപ്പിയും കമ്പിളിപ്പുതപ്പുമൊക്കെ വിൽക്കുന്ന ആളുകൾ. ശുഷ്കമായ ടൂറിസത്തിന്റെ ഈ സമയത്ത് ഇവരുടെയൊക്കെ വരുമാനവും നന്നേ കുറഞ്ഞിരിക്കുന്നു. അസ്വാൻ അണക്കെട്ട് രൂപപ്പെടുത്തിയ ലേക്ക് നാസറിന്റെ ഒരു ഭാഗമാണ് അങ്ങ് അകലെ കാണുന്നത്. ഡാമിൽ നിന്ന് 280 കിലോമീറ്റർ സഞ്ചരിച്ചാണ് ഇവിടെ എത്തിയിരിക്കുന്നതെങ്കിലും ജലാശയം ഇവിടെയും വ്യാപിച്ചു കിടക്കുകയാണ്. ജലാശയത്തിന്റെ കരയിലേക്കാണ് ഞങ്ങളുടെ നടത്തം. അബുസിംബൽ ക്ഷേത്രം അവിടെയാണ്. ഇടയ്ക്ക് ടൂറിസ്റ്റുകൾക്കായി ടോയ്ലറ്റുകളും മറ്റും പണിതിട്ടിട്ടുണ്ട്. വലിയൊരു ചരിത്രമുണ്ട് അബുസിംബൽ ക്ഷേത്രത്തിന്. അസ്വാൻ അണക്കെട്ട് വന്നപ്പോൾ പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിപ്പോകേണ്ടിയിരുന്ന ക്ഷേത്രമാണത്. എന്നാൽ മനുഷ്യന്റെ അധ്വാനവും സാങ്കേതിക വിദ്യയും കൊണ്ട് ആ മഹാക്ഷേത്രത്തെ ജലനിരപ്പിൽ നിന്നും ഉയർത്തി സ്ഥാപിക്കുകയായിരുന്നു. കുറച്ചു ദൂരം നടക്കാനുണ്ട് അബുസിംബൽ ക്ഷേത്രത്തിലേക്ക്. ഇവിടെ വലിയൊരു പന്തൽ പണിതിട്ടിട്ടുണ്ട്. ടൂറിസം സജീവമായിരുന്ന കാലത്ത് സുവനീർ ഷോപ്പുകളും വിശ്രമസ്ഥലങ്ങളുമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. തികഞ്ഞ ഭാവനയോടെ രൂപപ്പെടുത്തിയ ടൂറിസ്റ്റ് സെന്റർ. നടനമില്ലാത്ത വേദി പോലെ ഇപ്പോൾ ഇവിടം ശൂന്യമാണ്. ഇസ്മയിൽ ഇവിടെ നിന്ന് എന്താണ് അബുസിംബൽ എന്നതിനെക്കുറിച്ച് ഒരു വിവരണം തന്നു. മുന്നിൽ ഇക്കാണുന്നത് മനുഷ്യാധ്വാനം കൊണ്ട് സൃഷ്ടിച്ചെടുത്ത ഒരു മലയാണ്. ഇതിന്റെ മറുഭാഗത്താണ് അബുസിംബൽ ക്ഷേത്രം. നാസർ തടാകം രൂപപ്പെട്ട സമയത്ത് വെള്ളത്തിൽ മുങ്ങിപ്പോകുമായിരുന്ന മലയെ ചെറു കഷ്ണങ്ങളായി മുറിച്ചെടുത്ത് ഉയരമുള്ള ഒരിടത്ത് സ്ഥാപിക്കുകയായിരുന്നു. ഞങ്ങൾ മലയുടെ മറുഭാഗത്തേക്ക് നടന്നു. ഇസ്മയിൽ നല്ലൊരു ചെറുപ്പക്കാരനാണ്. ഇംഗ്ലീഷ് നന്നായി സംസാരിക്കും. നല്ല ചരിത്രബോധവുമുണ്ട്.
കല്ലുവിരിച്ച പാതയിലൂടെ മുന്നോട്ട് നടക്കുമ്പോൾ ഇസ്മയിൽ ഇതിവിടെ സ്ഥാപിക്കപ്പെട്ടതിന്റെ ചരിത്രം പറയുന്നു. BC 13-ാം നൂറ്റാണ്ടിൽ ഈജിപ്തിലെ ഫറവോയായിരുന്ന റാംസസ് രണ്ടാമന്റെ കാലത്താണ് അബു സിംബലിലെ മഹാക്ഷേത്രങ്ങൾ പണിതത്. ഈജിപ്തിന്റെ മഹാസംസ്കാരത്തിന്റെ പ്രതീകമായി നിലകൊണ്ട ക്ഷേത്രം 1960കളിൽ വെള്ളത്തിനടിയിലാകുമെന്ന അവസ്ഥ വന്നു. അസ്വാൻ ഹൈഡാം പണിതതോടെ രൂപം കൊണ്ട നാസർ തടാകം ആയിരക്കണക്കിന് ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്തെ ജലസമാധിയിലാക്കുന്ന കാലമായിരുന്നു അത്. ഇതാണ് ലേക്ക് നാസർ. ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണിത്. ക്ഷേത്രം യഥാർത്ഥത്തിൽ നിന്നിരുന്നിടത്തു നിന്നും 200 മീറ്റർ പിറകിലേക്കും 68 മീറ്റർ ഉയരത്തിലേക്കും മാറ്റി സ്ഥാപിക്കാൻ 4 വർഷത്തെ കഠിനാധ്വാനം വേണ്ടിവന്നു. കോൺവോയിലെത്തിയ ടൂറിസ്റ്റുകൾ ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ദിവസത്തിൽ 2 തവണയാണ് അസ്വാനിൽ നിന്നും അബു സിംബലിലേക്ക് കോൺവോയ് ഉള്ളത്. പുലർച്ചെ 4-നും രാവിലെ 11 മണിക്കും. അബു സിംബൽ ക്ഷേത്രത്തിന്റെ അത്ഭുതം തേടി തടാക തീരത്തുകൂടി മലയുടെ മറുഭാഗത്തേക്ക് നടക്കുകയാണ്. ഇതാണ് ആ മല. താഴെ നിന്നും ചെറിയ കഷ്ണങ്ങളാക്കിയാണ് ഇത് ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചിരിക്കുന്നത്. കൊത്തുപണികളും ശില്പങ്ങളും ഒന്നും നശിക്കാത്ത രീതിയിലായിരുന്നു ശ്രമകരമായ ആ ജോലി. ഒടുവിൽ ക്ഷേത്രത്തിന് മുന്നിലെത്തിയിരിക്കുന്നു. ഇതാണ് ആ കാഴ്ച. നാം എവിടെയൊക്കെയോ ചിത്രങ്ങളിൽ കണ്ടിട്ടുള്ള ക്ഷേത്രം. രാംസസ് രണ്ടാമൻ ഫറവോയുടെ ഒരേ വിധത്തിലുള്ള 4 പ്രതിമകളാണ് മുന്നിൽ. അത്ഭുതമുളവാക്കുന്ന ആ ക്ഷേത്ര ചരിത്രത്തിലേക്കാണ് ഇനി എന്റെ സഞ്ചാരം.